തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിൽ വലഞ്ഞ് ജനം. സമരാനുകൂലികൾ വ്യാപകമായി വാഹനം തടഞ്ഞു. പൊതുഗതാഗതം തടസ്സപ്പെട്ടതോടെ ദീർഘദൂര യാത്രക്കാർ വലഞ്ഞു. തുറന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ പണിമുടക്കനുകൂലികൾ പലയിടത്തും ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു. സെക്രട്ടേറിയറ്റിൽ 8% ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തിയത്. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് പണിമുടക്കുന്നത്. നമ്മൾക്ക് യാത്രക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഒരു വാഹനത്തിനും ബുദ്ധിമുട്ടിക്കരുത് സമരക്കാർ. എങ്ങനെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ബസ്സുണ്ടെങ്കിൽ അങ്ങനെ കയറി പോകാറുണ്ട്. ബസ് ഇങ്ങനെ സമരത്തിൽ കിടക്കുന്നൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഒട്ട് വരത്തില്ലായിരുന്നു. ട്രെയിൻ യാത്ര കഴിഞ്ഞെത്തിയ ദീർഘദൂര യാത്രക്കാരാണ് പണിമുടക്കിൽ വലഞ്ഞത്. ഓട്ടോറിക്ഷ, ബസ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർ ഏറെ നേരം കാത്തിരുന്നു. തിരുവനന്തപുരം RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എത്തിയ രോഗികൾക്ക് പോലീസ് വാഹന സൗകര്യമൊരുക്കി. ചുരുക്കം KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. ചിലയിടങ്ങളിൽ പോലീസ് സുരക്ഷയൊരുക്കി. പലയിടത്തും KSRTC ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞു. കൊല്ലത്ത് KSRTC ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് സർവീസ് വരുമ്പോൾ അവർ അസഭ്യം പറയുകയും പല ആൾക്കാരും അസഭ്യം പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ഒരു ജീവനക്കാരനാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരാൾ കയറി മുഖത്തടിക്കുകയാണ് ചെയ്തത്. കൊല്ലം പത്തനാപുരത്ത് സർക്കാർ മരുന്ന് സംഭരണശാല സമരക്കാർ അടപ്പിച്ചു. മിക്കയിടത്തും സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങളിലെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു. ബാങ്കുകൾ അടപ്പിച്ചു. ഇടുക്കി പീരുമേട്ടിലും കൊല്ലം ആയൂരിലും പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. എന്നാൽ സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഹാജരായി. ജീവനക്കാർ ഭൂരിഭാഗവും വിട്ടുനിന്നു. ആകെയുള്ള 4686 ജീവനക്കാരിൽ 423 പേർ മാത്രമാണ് ഹാജരായത്. വിവിധയിടങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ മാർച്ച് നടത്തി. സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തൊഴിലാളി വാഹനങ്ങൾ നീക്കിനിർത്താതെയും. 24 തിരുവനന്തപുരം.